നമസ്കാരം പ്രിയപ്പെട്ടവരെ. എൻ്റെ പേര് സിനു എന്നാണ്. ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഞാനൊരു ഫിലിം മേക്കറാണ്. ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. മോർ ദാൻ ദാറ്റ് ഞാനൊരു RTI ആക്ടിവിസ്റ്റാണ്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഈ വാട്സാപ്പ് വീഡിയോകളൊന്നും കാണരുതെന്ന് മനസ്സിലുണ്ട്. എന്നാൽ പോലും ഇന്ന് രാവിലെ അത്യാവശ്യം റാഷണൽ എന്ന് തോന്നിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു 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 വീഡിയോ ഒട്ടും സന്തോഷത്തോടു കൂടി ഇത് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ആ ഗ്രൂപ്പുകളിലൊക്കെ ഒരു സമയം വരെ വളരെ രസകരമായ സാധനങ്ങൾ, നല്ല കണ്ടന്റ് വന്നുകൊണ്ടിരുന്നൊരു സ്ഥലത്ത് പെട്ടെന്ന് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അത്യാവശ്യം നല്ല ചേരിതിരിവോടുകൂടിയാണ്. ചേരിതിരിവില്ല എന്നാൽ പോലും അവർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അവരുടെ ഉള്ളിൽ ആ ഒരു ചേരിയുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ആ ടാഗ് ലൈൻ ഇങ്ങനെയാണ്: അവനറിഞ്ഞൂടാന്ന്, അവനറിയാം, അവൻ പറഞ്ഞേ പറ്റൂ. ഇതാണ് ആ ടാഗ് ലൈൻ. എന്നിട്ട് പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളമാണെന്ന് അറിയാം, ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഒരു പയ്യൻ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 35 വയസ്സിന് താഴെയുള്ള ഒരാൾ, അത് മെലിഞ്ഞ ശരീരമാണ്, തല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഈ ഒരു ബെഡിൽ ഇങ്ങനെ കിടത്തിയൊക്കെയാണ്, കമഴ്ത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, തല ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കാല് രണ്ടും കെട്ടിയിട്ടൊക്കെയാണ്. മറ്റേ നാട പോലെ മെടഞ്ഞെടുത്ത ഒരു കട്ടിലാണ് കിടക്കുന്നത്. അപ്പം ലാത്തി, നമ്മൾ നോർമൽ നമ്മുടെ പോലീസുകാരുടെ ഇരിക്കുന്ന സിലിക്കൺ ലാത്തിയോ അങ്ങനത്തെ ഒരു ലാത്തിയുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരു ലാത്തിയുണ്ട്. അരക്കെട്ടിന് താഴെ മുട്ടിന് മേളിലോട്ടായിട്ട് കമിഴ്ന്ന് കിടക്കുന്ന ആളാണല്ലോ, അടിക്കുകയാണ്. അടിക്കുന്ന പറഞ്ഞാൽ ഇപ്പം മുതു കാണുമ്പം എനിക്ക് എൻ്റെ മകനെ ഓർമ്മ വരുന്നു. അടിയെന്ന് പറഞ്ഞാൽ തകർപ്പൻ അടിയാണ്. അപ്പം അയാളിങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അത് ഈ പയ്യനാണോ കുറച്ച് പ്രായമുള്ള ആളാണോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അടിക്കുന്നത്. ആട്ടി ടക്ക് 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 ഇങ്ങനെ അടിക്കുകയാണ്. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ചോദിക്കും, പറയാൻ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. സത്യത്തിൽ ഇയാൾക്ക് അറിഞ്ഞൂടാത്തതാണോ, ഇയാൾ അറിഞ്ഞിട്ട് പറയാത്തതാണോ എന്ന് നമുക്കറിഞ്ഞൂടാ. അടി ഭയങ്കര ഭീകരമായ അടിയാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ അടികളൊക്കെ കണ്ടിട്ടുണ്ട്. മാക്സിമം ഒരു 5 അടി അടിക്കുക, അത് കാൽപാദത്തിലൊക്കെ ആയിരിക്കും അടിക്കും. അവർ പെട്ടെന്ന് അതിൻ്റെ വേദന കൊണ്ട് സത്യം പറയുകയൊക്കെ ചെയ്യുക. അത് ഒരു ഇത് അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ ഈ പൃഷ്ഠഭാഗത്ത് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്, ഈ അടി കൊണ്ട് ഇളകിപ്പോയിട്ടുണ്ടോ മാംസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോവലല്ലേ, മൺകോരി, അതെടുത്ത് രണ്ടാമത് വീണ്ടും ഈ ലൈൻ വീഴാതെ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അടിക്കാൻ ആ സാധനം വെച്ച് അടിക്കുന്നു. സത്യത്തിലും ഈ പാവപ്പെട്ടവൻ, ഈ അടികൊള്ളുന്ന പാവപ്പെട്ടവൻ ചിലപ്പോൾ തീവ്രവാദിയായിരിക്കും. അവൻ ചിലപ്പോൾ ആളിനെ കൊന്നിട്ടുണ്ടാവും. മരിച്ചവരുടെയൊക്കെ വേദന ഭയങ്കരമായിരിക്കും. പക്ഷെ ഇവനെങ്ങനെ തീവ്രവാദിയായെന്നോ ഒന്നും, ഇവന് ഈ വേദന എന്തിനു സഹിക്കുന്നെന്നോ ഒന്നും, ഈ മരിച്ചവർ എത്ര വേദന സഹിച്ചിട്ടാണ് മരിച്ചതെന്നോ ഒന്നും ആരുടെയും വിഷയമൊന്നുമല്ല. ഈ മരിച്ചവരുടെ വേദന ആരും കണ്ടിട്ടില്ല. ഇപ്പം ഈ അടി കിട്ടുന്നവൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇവൻ മതം പറഞ്ഞു വിട്ടവനാണോ പട്ടിണി പറഞ്ഞു വിട്ടവനാണോ എന്ന് നമുക്കറിയത്തില്ല. അവൻ്റെ ശരീരം കണ്ടിട്ട് നല്ല മെലിഞ്ഞ ശരീരമാണ്. അവനിനി എന്തിനു ജീവിച്ചിരിക്കുന്ന പോലും എനിക്കറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി എന്ന് പറഞ്ഞ് പോയി ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ആളാണ്. മതം ഭരിക്കുന്ന ഒരു രാജ്യമാണ്, നമ്മൾ ഇതിനപ്പുറം പറയേണ്ട കാര്യമില്ല. മതം ഭരിക്കുന്ന ഒരു രാജ്യത്ത് അന്യമതസ്ഥനായ ഒരാൾ വരും ആ മതത്തിനെതിരെ ജോലി ചെയ്യാൻ. അവൻ പട്ടിണി കൊണ്ടോ അല്ലെങ്കിൽ മതം പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടോ ഒക്കെ ആവാം. മതം പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. പട്ടിണി തന്നെയാണ് കാരണം. അല്ലെങ്കിൽ ഈ മെലിച്ച ശരീരമുള്ള ഈ മനുഷ്യൻ, ഈ പാവം പയ്യൻ വരേണ്ട ആവശ്യമില്ല. ഞാൻ ഭീകരവാദിയാണ്, പാവം പയ്യൻ എന്ന് വിളിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പം വലിയ ക്വസ്റ്റ്യനൊക്കെ വരുമായിരിക്കും. എന്നാലും കണ്ടു നിൽക്കാക്കത്തില്ല അത്. ഇതുപോലെ IS 200 പേരെ ഞാൻ പണ്ട്
കേട്ടൊരു വാർത്ത 200 പേരെ ഒരു സ്റ്റേഡിയത്തിനകത്തോട്ട് ഓടിച്ചു വിട്ടിട്ട് കുതിരയിൽ വന്ന് അവരുടെ മുതുകത്ത് മറ്റേ കൊങ്കി കൊണ്ട് ഇങ്ങനെ പിടിച്ച് കൊളുത്തിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോകും. അതും ഷിയാ സുന്നി വാറാണ്, മതമാണ്. ഈ പാവം പയ്യനെ മതം പഠിപ്പിച്ചവരും ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പട്ടാളം, ആ പട്ടാളത്തിന് വേറെ മാർഗമൊന്നും ഇല്ലായിരിക്കും, ഇങ്ങനെയൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളായിരിക്കും. ക്രൂരമായ ഭേദന. ഇത് കണ്ടുപോകുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് എത്രയോ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവിടെ പോയി ഇത് നടക്കാത്തതിൻ്റെ കാരണം ആ ജനം അത്രയും രസമായിട്ട് ജീവിക്കുന്നുണ്ടും ജനം കാര്യങ്ങൾ അത്ര രസമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. മതം മോശമാണ്, അത് അത്രയും ക്രൂരമാണ്. മതം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രൂരമാണ്. ചൈനയിൽ ഒരു മതപുസ്തകം മാറ്റി എഴുതിയ കഥയൊക്കെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചു. അതിനകത്ത് അക്രമവും സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ ഒഴിച്ചു കളഞ്ഞിട്ട് 69 പേജാക്കിയ മതപുസ്തകം ഇറക്കിയെന്നാണ് പറയുന്നത്. എന്നിട്ടും 69 പേജുണ്ടോ എന്ന് ചോദിച്ച പോസ്റ്റുകളൊക്കെ ഉണ്ട്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മതത്തിന് പിറകെ പോകരുത്, കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കരുത്. അതെല്ലാം ഇത്തരം വേദനകൾ സമ്മാനിക്കും എന്നുള്ളതിൽ തർക്കമില്ല. നിങ്ങൾക്ക് അത് ഉടനെ കിട്ടും, ആ വീഡിയോ ഉടനെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ മക്കള്, നമ്മുടെ അനിയന്മാർ, ചേട്ടന്മാരെല്ലാവരും ഇത്തരത്തിൽ ഭേദനം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെ ശരീരത്തിൽ കൊള്ളുന്ന ഒരു അടി നമുക്ക് തരുന്ന വേദന എത്രയാണെന്ന് നമുക്കറിയാം. നമ്മളിതൊക്കെ കണ്ട് ആരാലും സമാധാനിപ്പിക്കപ്പെടാതെ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഇത്രയും ഇപ്പം നിയമം പഠിച്ചും മനഃശാസ്ത്രം പഠിച്ചും ഒക്കെ നമ്മളങ്ങനെ മൈന്യൂട്ടായിട്ട് കുഞ്ഞു കാരണങ്ങൾ തിരക്കി പോവുക, സങ്കടപ്പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാർഗങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോഴും നമുക്കിത് അത്രയും പഠിച്ചുകൊണ്ടാവാം, അത്രയും ചെറുതായിട്ട് അത്രയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ഒരു മനോഹരമായ സ്ഥലത്ത് കൃത്യമായ പോളിസികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നൊരു ഗവൺമെൻറ്, ഒരു സംവിധാനം. ഒരിക്കലും ഇതിൻ്റെ ഒന്നും പിറകെ പോകേണ്ട കാര്യം വരുന്നില്ല. ഒന്നും പറയാനില്ല, വളരെ സങ്കടമുണ്ട്. നിങ്ങൾ പരമാവധി ആ വീഡിയോ കാണുകയാണെങ്കിൽ ആർക്കും ഷെയർ ചെയ്യാതെങ്കിലും ഇരിക്കണം.